തുടങ്ങാം സാർ. സാർ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. രാഷ്ട്രീയ കേരളം വല്ലാത്തൊരു ചർച്ചയിലാണ്. 2 വട്ടം ഒരു സർക്കാർ തന്നെ അധികാരത്തിൽ വന്നതിൻ്റെ തുടർച്ച സംഭവിക്കുമോ അതത് മാറുമോ എന്നുള്ളതാണ് പ്രസക്തമായ വിഷയം. പൊതുവേ ഉള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയാൽ സാറിന് തോന്നുന്നത് പിണറായി 3.0 സംഭവിക്കും തോന്നുന്നുണ്ടോ? അല്ല, അത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാറുന്നത് പെട്ടെന്നാണ്. അപ്പം അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടമായതേ ഉള്ളൂ. 2ാം ഘട്ടം കഴിഞ്ഞാൽ താങ്കളുടെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയും. 1ാം ഘട്ടമായത് അതിൻ്റെ പാർലമെൻ്ററി ആയിട്ടുള്ള കഴിഞ്ഞ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണപരമായ നേട്ടങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു ഡിസ്കഷൻ നടക്കാം. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളും ഈ ഡിസ്കഷന് വിധേയമാകാം. അപ്പോൾ അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ജനങ്ങൾ അവരുടെ ഒരു അഭിപ്രായത്തിലേക്ക് ഇനി പോണതേ ഉള്ളൂ. അത് ദാറ്റ് വിൽ ടേക്ക് ടൈം. അതിൻ്റെ അവസാന ഘട്ടത്തിലായിരിക്കും അതൊക്കെ വരുന്നത്. ഒരു കാലത്ത് രാഷ്ട്രീയ നേതാക്കന്മാർ തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രവചനം നടത്താൻ പാടില്ല. അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. നേതാവ് പറയും പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി പറയുന്ന പോലെയോ ഒന്നും ഇവിടെ നടന്നിട്ടില്ല, പണ്ടേ നടന്നിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളെ കാത്തിരിക്കുക. ജനങ്ങളുടെ വിധിയെഴുത്തുണ്ടാവും. ജനങ്ങളെല്ലാം മെരിറ്റും ഡിസ്മെരിറ്റും ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം അവരാണ് അതിൻ്റെ അവസാനത്തെ വിധികർത്താക്കണം. ആ നിലയിൽ ജനങ്ങളെ ബഹുമാനിക്കാനും എല്ലാ രാഷ്ട്രീയ നേതൃത്വവും തയ്യാറാവണം. ഈ സന്ദർഭത്തിൽ എനിക്ക് ഒരു കാര്യം, കേരളത്തിലെ 4 തവണ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച ഒരാളാണ് ഞാൻ. 3 തവണ ഞാൻ നിയമസഭയിൽ വിജയിച്ചു, മന്ത്രിയായി, പാർലമെൻറ്റിൽ മത്സരിച്ചു. ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് കാണുന്ന ഈ രാഷ്ട്രീയത്തിൻ്റെ കോലാഹലങ്ങൾ അത് ജനങ്ങളുടെ വിഷയങ്ങളല്ല എന്ന്. ലോകം വലിയൊരു ആപത്തിലേക്ക് പോകാൻ പോവാണ്. ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികൾ നമ്മുടെ വീട്ടിലും പതുക്കെ വന്നിരിക്കുക. അതൊരു വല്ലാത്തൊരു സാഹചര്യമാണ് ലോകത്ത് നിലനിൽക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ നിർവഹിക്കേണ്ട പങ്കിനെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഞാൻ നിങ്ങളുടെ പോലുള്ള മീഡിയക്കാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വെറും വാക്പയറ്റുകളാണ്. പദപ്രയോഗങ്ങളും അതിൻ്റെ ന്യായങ്ങളും അതിൻ്റെ ഡിക്ഷണറിയും അതിൻ്റെ നിഘണ്ടുവും അതിൻ്റെ എൻസൈക്ലോപീഡിയയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ചർച്ച എല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജനങ്ങളുടെ വിഷയങ്ങളുണ്ട്, കേരളത്തിൻ്റെ ഭാവിയുണ്ട്, കേരളത്തിൽ നടന്ന വികസനമുണ്ട്, നടക്കേണ്ട വികസനമുണ്ട്. നാളത്തെ കേരളം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറയേണ്ടതുണ്ട്. നാളത്തെ കേരളത്തെക്കുറിച്ച് ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. അല്ല, അമ്പലപ്പുഴ സുധാകരൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്ത് പോയതും അവിടെ പയ്യന്നൂർ കുഞ്ഞുകൃഷ്ണൻ അവിടുത്തെ ഒരു കള്ളക്കണക്ക് പുറത്തു കൊണ്ടുവന്നു. ഇതൊക്കെ എന്ത് കാര്യമാണ്? ഇതൊക്കെ ഓരോ പ്രാദേശികമായ വിഷയങ്ങൾ മാത്രമാണ്. കേരളമാണിത്. കേരളത്തിലെ പ്രബുദ്ധമായ ജനത ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇതൊക്കെ ആണോ വിഷയങ്ങൾ ഉന്നയിക്കുന്നത്? അത് ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ ഗൗരവമായി ആലോചിക്കുന്നത്. ജനങ്ങളെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം വ്യക്തിവൈരാഗ്യങ്ങളും ആക്ഷേപങ്ങളും വ്യക്തിഹത്യയുമെല്ലാം നടത്തുന്നത് ആത്യന്തികമായി അത് ആരും ജയിക്കില്ല. അത് രാഷ്ട്രീയത്തിന് നല്ലതുമല്ല. ഇവിടെ വലിയ രൂക്ഷമായ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. സഖാവ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എത്രയോ ധീരമായ നിലപാടുകളാണ് അദ്ദേഹം എടുക്കുകയും അദ്ദേഹത്തെ നേരിട്ടത് ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള പാർട്ടിക്കാരെല്ലാം അദ്ദേഹത്തിന് നേരിട്ടിട്ടുണ്ട്. അത് രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകളാണ്, ആശയപരമായ കാര്യങ്ങളാണ്. എന്തിനാണ് പാർട്ടി ഭിന്നിച്ചത്, എന്താണ് ഇതിനകത്തുള്ള നേട്ടം എന്താണ്, അങ്ങനെയുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. താത്വികമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഗവൺമെൻറ് ഭരണ നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അഴിമതികളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം അതൊന്നും
കാര്യമാക്കരുത്. എല്ലാം വ്യാകരണമാണ്. ഇപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് അതാണ്. അത് ഒരു വില കുറഞ്ഞ രീതിയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും ശരിയല്ല. രണ്ടാമത്തെ എനിക്ക് ജനങ്ങളോടുള്ള, കേരളത്തിലെ ജനങ്ങളോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന, നമുക്ക് കേരളത്തിന് ഒരു മെച്ചുറായിട്ടുള്ള പക്വത വന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം അനിവാര്യമാണ്. ക്ഷമയോടുകൂടി സമനില തെറ്റാതെ കാര്യങ്ങൾ കാണാനും ജനങ്ങളുടെ അഭിലാഷങ്ങൾ മനസ്സിലാക്കാനും ജനങ്ങളെ നേരായ ഒരു രാഷ്ട്രീയത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ഉൾക്കട്ടിയുള്ള, ഉള്ളടക്കമുള്ള ഒരു നേതൃത്വം ഇല്ലാത്തതിൻ്റെ ദോഷങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നു. EMSൻ്റെ കാലത്ത് അങ്ങനെയുള്ള ഒരു കേരളമായിരുന്നില്ല. അച്യുതമേനോൻ്റെ കാലത്തും അങ്ങനെയുള്ളൊരു കേരളമായിരുന്നില്ല. ഗോവിന്ദൻ നായരുടെ കേരളം അതായിരുന്നില്ല. നയനാരുടെ കേരളവും അതായിരുന്നു. നയനാർ കുറേ കൂടി ഉയർന്ന നിലവാരത്തിലൊക്കെ അദ്ദേഹം ഇടപെടുകയും കഴിയും. പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ നമുക്ക് എവിടെയോ എന്തൊക്കെ ഒരു താളപ്പിഴകളുണ്ട് എന്ന് തോന്നുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ലീഡർഷിപ്പ് ക്രൈസിസാണ്. ഇടതുപക്ഷം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് ലീഡർഷിപ്പാണ്. AKജിയെ പോലെ, EMSനെ പോലെയോ, ഗോവിന്ദൻ നായരെ പോലെയോ, PKVയെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ അവരൊരു സംസ്ഥാനത്തിൻ്റെ പുറത്തുള്ള ഒരു ദേശീയ നേതാക്കന്മാരായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ദേശീയ നേതാക്കന്മാരെല്ലാം സംസ്ഥാനത്തിനകത്ത് ഉള്ള ആളുകളാണ്. എന്നാൽ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർക്കും ഒരു ലീഡർഷിപ്പിൽ ദാരിദ്ര്യമാണ്. അപ്പോൾ അവരുടെ പൂർവ്വകാല നേതാക്കന്മാരെ പോലെ ഒരാൾ പോലും ഇപ്പോൾ കോൺഗ്രസ്സിലില്ല. എങ്ങനെയെല്ലാം ബലപ്രയോഗം നടത്തിയിട്ടും ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ ദേശീയ നേതാവായി രാഹുൽ ഗാന്ധി ഇനിയും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ജനങ്ങളുടെ ഇടയിലൊരു സംശയമാണ്. അതായത് നരേന്ദ്രമോദിക്ക് ബദൽ ആര് എന്നുള്ള ചോദ്യം ഇന്ന് ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. നരേന്ദ്രമോദിക്ക് ബദൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ചേരുന്ന ഒരു വലിയ ദേശീയ ജനാധിപത്യ വേദി ഉയരേണ്ടതാണ്. അതിനൊരു ലീഡർഷിപ്പ് വേണം. ആ ലീഡർഷിപ്പിൻ്റെ ക്രൈസിസ് ദേശീയ നിലവാരത്തിലുണ്ട്. മെച്യൂറായിട്ടുള്ള, എല്ലാം സമനിലയോട് കാണാനും ക്ഷമിക്കാനും കഴിയുന്ന പക്വത എന്ന ഒരു ലീഡർഷിപ്പിൻ്റെ പോരായ്മ കേരളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതിൻ്റെ പേരിൽ നാളെ എന്നെ ആരെങ്കിലും ആക്രമിച്ചാലും ഒരു കുഴപ്പമില്ല. എൻ്റെ അഭിപ്രായം, എൻ്റെ അനുഭവം, എൻ്റെ ദീർഘകാലത്തെ അനുഭവമാണ്. സാർ, ഇന്നത്തെ മനോരമയിലെ പ്രധാനപ്പെട്ട വാർത്ത സാർ ശ്രദ്ധിച്ചു കാണും. 2021 CPI കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കാർഷിക പെൻഷൻ എന്ന് പറയുന്നത്. 5000 രൂപ കർഷകർക്ക് കൊടുക്കുക എന്നുള്ളത്. ഇന്ന് ധനവകുപ്പ് അതിനുടക്കിട്ടിരിക്കുകയാണ്. അത് കൊടുക്കേണ്ട, 2000 രൂപ ക്ഷേമ പെൻഷൻ പോലെ കൊടുത്താൽ മതി എന്നാണ് ധനവകുപ്പിൻ്റെ തീരുമാനം. CPI യഥാർത്ഥത്തിൽ ഒരു വില കൊടുക്കുന്നില്ല എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇല്ല, CPIയുടെ ഒരു നിർദ്ദേശം മന്ത്രിസഭയിൽ പോയി, മന്ത്രിസഭ അംഗീകരിച്ചു, LDF അത് അംഗീകരിച്ചു. കർഷകർക്ക് അത് കൊടുക്കണമെന്നുള്ള ഒരു പൊതു അഭിപ്രായമാണുള്ളത്. പക്ഷേ ഫിനാൻസ് ചെല്ലുമ്പോൾ അവർ അതിനകത്ത് എന്ത് അധികാരമാണ് എന്നുള്ളത് എനിക്ക് ഇതുവരെ, ഞാനും മന്ത്രിയായിരുന്ന ഫിനാൻസ് കാര്യമായിട്ട് ഞാൻ നല്ല മുട്ടിയിട്ടുള്ളത്. ഫിനാൻസിന് അങ്ങനെ പ്രത്യേക അധികാരമൊന്നുമില്ല. ഫിനാൻസിൻ്റെ ഒബ്ജക്റ്റ് ചെയ്തെങ്കിൽ ആ ഒബ്ജക്ഷൻ ഓവർ ചെയ്തുകൊണ്ട് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാൻ ചിലപ്പോൾ അത് വേണ്ടി വരും. അത് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫിനാൻസ് പറഞ്ഞതുകൊണ്ട് ആളുകൾക്ക് ഗവൺമെൻറ് അംഗീകരിച്ച ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളിലൊന്നാണത്. അതിനെ ഫിനാൻസ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എതിർത്തു എന്ന് പറഞ്ഞതുകൊണ്ട് അത് നിഷേധിക്കാനാവില്ല. അത് CPIയുടെ നിർദ്ദേശമൊന്നുമല്ല, അത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമാണ്. അത് കൊടുത്തേ പറ്റൂ, കൊടുക്കേണ്ടി വരും. കൊടുത്തില്ലെങ്കിൽ അത് കൊടുക്കാനുള്ള ഭരണപരമായ ഒരു നിലപാട് എടുക്കേണ്ടി വരും. അത് എടുക്കണമില്ലെങ്കിൽ പിന്നെ കർഷകരെ പറ്റിക്കണതാണ്. സാർ, അതുപോലെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ആ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്, ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയത് അല്ലെങ്കിൽ ഒപ്പിട്ടത് പാർട്ടിയോട് ആലോചിച്ചുകൊണ്ടെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ MA ബേബി തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയോട് ആലോചിക്കുകയാണ് ഇത് ചെയ്തതെന്ന്. പൊതുവെ പിണറായി വിജയനെക്കുറിച്ച് കേൾക്കുന്ന ഒരു ആരോപണം, BJPയുമായിട്ട് ഒരു സ്നേഹത്തിൽ പോകുന്നു, അല്ലെങ്കിൽ അവരോട് ഉടക്കാൻ തയ്യാറാവുന്നില്ല,
നരേന്ദ്രമോദിയെക്കുറിച്ച് രൂക്ഷമായ ഭാഷയിൽ പിണറായി വിജയൻ വിമർശിക്കുന്നില്ല എന്നൊക്കെ ഒരു ആരോപണം പിണറായി വിജയന് നേരെയുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതിൽ ആദ്യത്തെ കാര്യം നമ്മുടെ PMG ആണ്. അതെ, PM-ശ്രീ. PMGയുടെ കാര്യമാണ്. അതെ. അതിപ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയമൊന്നുമല്ല. അതൊക്കെ പോയ കാര്യങ്ങളാണ്. അതൊരു ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പല സ്റ്റേറ്റുകളിലും വലിയ എതിർപ്പുണ്ട്. നടപ്പിലാക്കിയവരുണ്ട്, നടപ്പിലാക്കാത്തവരുണ്ട്. കേരളത്തിൻ്റെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമല്ല. അത് അങ്ങനെ ഒരു വലിയ ഐഡിയോളജിക്കലായിട്ടോ ഒരു വലിയ നയപരമായിട്ടുള്ള വ്യതിയാനമോ അങ്ങനെയൊന്നുമല്ല. ചിലപ്പോൾ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് ഒരുപാട് പരിമിതികളുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കുമുണ്ട്. സംസ്ഥാനങ്ങൾക്കൊന്നും കാര്യമായിട്ടുള്ള എൻ്റെ ഇതുവരെയുള്ള പഠനത്തിൽ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഈ സംസ്ഥാനങ്ങൾക്ക് കാര്യമായ യാതൊരു റോളും ഇല്ല. ഇതിൻ്റെ ഫിനാൻസ് മുഴുവൻ നിയന്ത്രിക്കുന്നത് കേന്ദ്രമാണ്. ഇതിൻ്റെ പ്ലാനിങ് മുഴുവൻ നിയന്ത്രിക്കുന്ന അവരാണ്. ഇവിടുത്തെ മുഴുവൻ പോലീസും പട്ടാളവും വിദേശവും സ്വദേശവും എല്ലാം കൈകാര്യം ചെയ്യുന്നത് കേന്ദ്രമാണ്. സംസ്ഥാനങ്ങൾക്കുള്ളത് കുറച്ച് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനും അതിനകത്തുള്ള ബഡ്ജറ്റും അല്ലാതെ നടന്നത്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊരു ലേഖനം എഴുതിയിരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അഴിച്ചു പണിയണം. സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായി സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാനും വിദേശ രാജ്യങ്ങളുമായി ബന്ധമുണ്ടാക്കാനും വ്യവസായം തുടങ്ങാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. സംസ്ഥാനവും തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ സന്തതികളായിട്ടിരിക്കുന്ന കേന്ദ്രത്തിലെ ആളുകളൊന്നും അല്ല, അവരും ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ കേരളത്തിലും സംസ്ഥാനങ്ങളിലുമാണ്. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പുനഃപരിശോധിക്കണമെന്നുള്ള വിഷയം ഈ കേരളത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ജനങ്ങളുടെ ഒരു മാറ്റേറ്റുള്ളത്. പിന്നെ താങ്കൾ ചോദിച്ച രണ്ടാമത്തെ കാര്യം നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിലപാടുകളാണ്. അത് കേരളം അംഗീകരിക്കപ്പെട്ട ഒരു ശൈലിയും അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയുമാണ് പിണറായി വിജയൻ. ഇനി അദ്ദേഹത്തിനെ കറക്റ്റ് ചെയ്യാൻ വെറുതെ ആളുകൾ ആശ്രമിച്ചിട്ട് കാര്യമില്ല. എന്നെ കറക്റ്റ് ചെയ്യാൻ വന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇലക്ഷൻ നിന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇയാൾക്ക് ആരും വോട്ട് ചെയ്യും, കാരണം ഇയാൾക്ക് ഭയങ്കര തലക്കനവും, ഇയാളടുത്ത് മിണ്ടയില്ല, ഇയാളിങ്ങനെ ആരാണെന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റിൽ ഇലക്ഷൻ എന്നത് ഇവിടെ 100 കിലോമീറ്റർ അകലെയുള്ള കരുനാഗപ്പള്ളിയിലാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഗൗരിയമ്മയുടെ MLA തോപ്പിച്ചാണ് ഞാൻ ആദ്യം, രാജൻ ബാബുവിനെ തോപ്പിച്ചാണ് ഞാൻ ആദ്യം വരുന്നത്. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഇതെല്ലാം ജനങ്ങൾ അംഗീകരിക്കുന്നതാണ്. അതുപോലെ പിണറായി വിജയനെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുണവും ദോഷങ്ങളും ഉണ്ട്, രണ്ടോടും കൂടെ. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് വളരെ വലിയ ബഹുമാന സ്നേഹമുള്ള ഒരാളാണ്. അതുങ്ങൾ തമ്മിൽ നല്ല ബന്ധങ്ങളുമുണ്ട്. ഇടയ്ക്കൊരു അദ്ദേഹത്തിൻ്റെ മത്സ്യ താല്പര്യത്തെക്കുറിച്ചൊരു ഒരു വിവാദം, ഒരു ആവശ്യമില്ലാത്തൊരു വിവാദം. എന്നാലും ഞാനത് എഴുതിയതാണ്, എൻ്റെ ആത്മകഥയിലുള്ളതാണ്. അദ്ദേഹമാണ് അത് റിലീസ് ചെയ്തത്. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി അത്. അങ്ങനെ അദ്ദേഹത്തിൻ്റേതായുള്ള ഒരു, അതെല്ലാ വ്യക്തികൾക്കും നമുക്ക് ചില കാര്യങ്ങളിലൂടെ താല്പര്യമുള്ളതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് വലുതായിട്ടൊന്നും വർത്തമാനം പറയാൻ ഒരു കാര്യമില്ല. പിണറായി വിജയനായിട്ട് കേരളം അംഗീകരിച്ചു. സാർ, അതുപോലെ ഇപ്പോൾ ഉയർന്നു വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചാനലുകളിലൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് CPM BJP ഡീലാണ്. CPM-നെതിരെ പല സ്ഥലത്തും BJP ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു, പാലക്കാടടക്കം. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനൊരു ആരോപണം കോൺഗ്രസ് അത് വളരെ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു ചർച്ചാ വിഷയമായ കാര്യമാണോ? അതൊരു യുക്തിഭദ്രമല്ല അത്, ആ ആരോപണം. കാരണം അതിലേറ്റവും പ്രകോപിതരാകേണ്ടത് BJP-ക്കാരാണ്. കാരണം ഇന്ത്യ ഭരിക്കുന്ന ഒരു ശക്തമായ നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് ഇവിടെ ഒരു ചെറിയ ബന്ധം, രാഷ്ട്രീയ ബന്ധം CPM-ആയിട്ട് ഒരു അഭീത ബന്ധം ഉണ്ടാക്കി അവർ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൈവരിക്കുന്നു എന്നൊരു ആക്ഷേപത്തിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അതൊരു വിഡ്ഢിത്തരമാണ്. അങ്ങനെ പറയുന്നതിന് വിഡ്ഢിത്തരമാണ്. വെറുതെ ആവശ്യമില്ലാത്ത ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു ചിന്താക്കുഴപ്പമുണ്ടാക്കുക. BJP-യെ BJP-ആയി തന്നെ നേരിടണം. അതിന് കോൺഗ്രസ്സുകാരും ഇടതുപക്ഷക്കാരും എല്ലാവരും ആ കാര്യത്തിൽ BJP നേരിടേണ്ട ഒരു ആവശ്യമാണ്. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ BJP പ്ലാറ്റ്ഫോം വരാതെ
ഇവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതിന് കുറുക്കു വഴികളിൽ കൂടി തെരഞ്ഞെടുപ്പിന് അഡ്ജസ്റ്റ് ചെയ്ത് ജയിച്ച് അങ്ങനെ അവർക്ക് 10 സീറ്റ് ഇവരുടെ 10 സീറ്റ് അറേഞ്ച്മെൻറ്റ്, വോട്ട് അങ്ങോട്ട് മറിക്കുക ഇങ്ങോട്ട് ഇതെല്ലാം വെറും നുണയാണ്. എൻ്റെ അനുഭവത്തിൽ വോട്ട് മറിക്കാനേ കഴിയില്ല. അതിനു വേണ്ടിയുള്ള ഇത് UP-യോ ഹരിയാനയോ പോലുള്ള ഒരു സ്ഥലമൊന്നും അല്ല ഇത് കേരളം. കേരളത്തിൽ തൂണിലും തുരുമ്പിലും രാഷ്ട്രീയമാണ്. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന അവിടെ വെറുതെ മൺവെട്ടിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ അപ്പം രാഷ്ട്രീയം എന്നെക്കാളും നന്നായിട്ട് രാഷ്ട്രീയം പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഇവിടെ അതൊന്നും ഇതൊക്കെ വെറുതെ പറയണം. സാർ, അതുപോലെ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിരന്തരമായി വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. CPM നേതാക്കൾ പലരും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് യോജിപ്പില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. CPI എന്തുകൊണ്ടാണ് ശക്തമായ നിലപാട് സ്വീകരിക്കാത്തത്? ഞങ്ങൾക്ക് അങ്ങനെ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും അതുപോലെയുള്ള ചില സാമുദായിക നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം സുകുമാരൻ നായരുടെ ബന്ധമാണ്, സമദൂര സിദ്ധാന്തമാണ്. ഞങ്ങൾക്ക് അവരുടെയൊന്നും അടിമയൊന്നുമല്ല. ഞങ്ങൾ അവർക്ക് എതിരായിട്ടും നിൽക്കുന്നില്ല. ഞങ്ങളുടെ കാര്യത്തിലൊന്നും അതുപോലെ ഇടപെടാനും പാടില്ല. സമുദായ സംഘടനകൾ SNDP അവരുടെ ജോലി ചെയ്യട്ടെ, NSS അവരുടെ ജോലി ചെയ്യട്ടെ, അതിനവരെ വിട്ടേക്കുക. അതിനകത്ത് രാഷ്ട്രീയമായിട്ട് അതിനകത്ത് സമീപിച്ചിട്ട് കാര്യമില്ല. ഈ 70കളിലെ പോലെ ഒരു കോൺഗ്രസ് CPI സഖ്യത്തിന് ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതല്ല, അത് ആ ക്വസ്റ്റ്യൻ വളരെ റിലവൻ്റായിട്ടുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ താങ്കളുടെ ഇതുവരെയുള്ള ഇൻ്റർവ്യൂവിൽ ആകെ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഇതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. തമിഴ്നാട്ടിൽ CPM, CPI, കോൺഗ്രസ്, സ്റ്റാലിൻ മുന്നണിയായി. പുതുച്ചേരിയിലും ഏകദേശം അത് ശരിയായിട്ടുണ്ട്. വരാൻ പോകുന്ന പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വെളിയിൽ, കേരളത്തിന് വെളിയിൽ അവരുമായിട്ട്, കോൺഗ്രസുമായിട്ടും മറ്റ് ജനാധിപത്യ പാർട്ടികളുമായിട്ടൊരു വിപുലമായ ബന്ധം വേണ്ടിവരും. അതിനുള്ള സൂചനകളാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ CPIക്ക് പ്രത്യേക റോളുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ കാര്യം, ഞങ്ങൾക്ക് രാജ്യത്തിൻ്റെ താല്പര്യമാണ്. ഞങ്ങളതിനൊന്നും ഒരു മടി കാണിക്കുന്നവരല്ല. അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ ഇന്ദിരാഗാന്ധിയെ പിന്തുണ നൽകിയെന്നുള്ളത് ഒരു പരമമായ ഞങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞാൽ ഞങ്ങൾ അറിയാം. അവർക്ക് വേണ്ടി വാദിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അത് തെറ്റാണെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ തിരുത്തി ജനങ്ങളുടെ മുമ്പിൽ ഭട്ടിൻഡ പാർട്ടി കോൺഗ്രസ്സിൽ ഞങ്ങൾ രാഷ്ട്രീയ പ്രമേയം പാസ്സാക്കി. അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ കൊടുത്തത് CPIക്ക് പറ്റിയ ഒരു അമളിയാണ്, അബദ്ധമാണ്. ആ തെറ്റ് ഞങ്ങൾ തിരുത്തുന്നു. ഇപ്പോൾ ആ സിറ്റുവേഷൻ അല്ല. അതെ, ഇന്ന് ഭരിക്കുന്നത് BJP ആണ്. അപ്പോൾ BJPയെ ശക്തമായി നേരിടണമെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് വ്യാപകമായ അടിവേരുള്ള ഒരു ബൂർഷ്വാ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൻ്റെ സഹായമില്ലാതെ BJPയെ നേരിടാൻ പറ്റില്ല. അതാണ് ഞങ്ങളുടെ CPIയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ ഒരു വിശാലമായ ദേശീയ ജനാധിപത്യ മുന്നണി, കോൺഗ്രസ് അടക്കം കൊണ്ട് ഇന്ത്യയിലെ ഈ ഫാസിസ്റ്റ് നരേന്ദ്രമോദിയെ നേരിടാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്, ഇതാണ് പ്രമേയം. ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ അതിനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത്. കേരളത്തിൽ സാധ്യത വളരെ കുറവാണ്. കാരണം കേരളത്തിലെ ഇടതുപക്ഷം വളരെ ശക്തമാണ്. ഇപ്പോൾ CPM ഇല്ലാത്ത ഒരു ഇടതുപക്ഷം ഇല്ല, CPI ഇല്ലാത്ത ഇടതുപക്ഷവും ഉണ്ടാവില്ല. CPMന് വേറെ വഴിയൊന്നുമില്ല, വേറെ ഒരു മുന്നണി ഉണ്ടാക്കാൻ കഴിയില്ല. CPIക്ക് ഈ CPMനെ വിട്ട് ബദലായിട്ടൊരു മുന്നണി ഉണ്ടാക്കുക അസാധ്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് ഇവിടെ അതിനുള്ള സാധ്യതയില്ല. കേരളത്തിന് പുറത്ത് അതിൻ്റെ സാധ്യതകളുണ്ട്. അതുപോലെ താങ്കളോടൊപ്പം മന്ത്രിസഭയിൽ ഇരുന്ന ഒരാളാണല്ലോ G. സുധാകരൻ. അദ്ദേഹം ഇപ്പോൾ പാർട്ടി വിട്ട് CPM വിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു, UDF പിന്തുണ നൽകുന്നു. ഈ 75 വയസ്സ് പ്രായപരിധിയൊക്കെ ഒരു കാലത്ത് ശക്തമായി നിർത്തിയിരുന്ന ആളാണ് അങ്ങ്. കാരണം നേതാക്കളുടെ ആ പ്രായത്തിൽ വരെയുള്ള അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്തണമെന്ന് അഭിപ്രായക്കാരനായിരുന്നു താങ്കൾ. G. സുധാകരനെ 75 വയസ്സെന്ന പ്രായപരിധി വെച്ച് ഒഴിവാക്കിയത് ശരിയാണെന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ പാർലമെൻ്ററി വ്യാമോഹമാണ് G. സുധാകരനെ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത് അങ്ങ് കരുതുന്നുണ്ടോ? അതിനകത്ത് സുധാകരൻ പറഞ്ഞ ഞാൻ പത്രത്തിൽ വായിച്ചത്
ഈ 75 വയസ്സായതുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റിയെന്നുള്ളത് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നില്ല. അല്ല, പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞ പറയുന്ന വേറെ കാര്യങ്ങളാണ്. അതെ പിണറായി വിജയൻ പറയുന്നത് 75 വയസ്സായി. അതെ അതെ. അപ്പോൾ അവർ രണ്ടുപേരും പറയുന്നതിലും പരസ്പര വിരുദ്ധമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ കുറേശ്ശെ ഇനി പുറത്ത് വരാനുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ആലപ്പുഴ CPM പാർട്ടിയിൽ നടന്നത്? എത്ര കാലമായി ഇത് നടക്കുകയാണ്? ഇപ്പോഴാണ് അത് പുറത്ത് വന്നത്. പുറത്ത് വന്നപ്പോൾ രണ്ട് വ്യാഖ്യാനങ്ങളാണുള്ളത്. ഒന്ന്, സുധാകരനെ ബോധപൂർവമായി പുകച്ച് പുറത്ത് ചാടിച്ചു എന്നത് അദ്ദേഹവും, ഞങ്ങളല്ല, ഇത് പാർട്ടി കോൺഗ്രസ്സിലെ 75 വയസ്സിൻ്റെ പ്രായപരിധി കാരണം അദ്ദേഹത്തെ തൽക്കാലം ഇലക്ഷൻ നിൽക്കണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് രണ്ട് കാര്യങ്ങളുള്ളത്. അതിനി തെളിയട്ടെ. സാർ, അതുപോലെ CK ചന്ദ്രപ്പൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം മെയിൻ സ്ട്രീം പത്രത്തിന് ഒരു അഭിമുഖം നൽകിയിരുന്നു. അന്ന് ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് CPMൻ്റെ തെറ്റായ നയങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അതിന് ഓശാന പാടുന്നത് CPIയെ നാശത്തിലേക്ക് നയിക്കും, CPIയുടെ അസ്തിത്വം തന്നെ തകർക്കുമെന്നൊരു അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അത് പിന്നീട് മാതൃഭൂമി പത്രത്തിൽ അവർ ഒരു റിപ്പോർട്ടായിട്ട് കൊടുത്തിരുന്നു. എൻ്റെ ഓർമ്മയിൽ 2000 വർഷം ഓർമ്മയില്ല കൃത്യമായിട്ട്, പക്ഷേ അത് കൊടുത്തിരുന്നു. മെയിൻ സ്ട്രീം പത്രത്തിന് കൊടുത്ത അഭിമുഖമാണ്. CPI അങ്ങനെ CPMൻ്റെ ഒരു ഓശാന പാടുന്ന പാർട്ടിയായി മാറി എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഇതുവരെ തോന്നുന്നില്ല. ഞാൻ ആ ടൈപ്പല്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെയല്ല. ഞാൻ CPMമായിട്ട് നല്ല മുട്ടി വന്ന ഒരുത്തനാണ്. ഞാൻ 65 പാർട്ടിയിൽ പ്രവർത്തനമായിട്ട് വരുമ്പോൾ ഇവിടെ നാട്ടിൽ ഇഞ്ച് ഞാൻ അവരുമായിട്ട് ഏറ്റുമുട്ടി. അവരുടെ ഇന്നത്തെ നേതാക്കന്മാരെല്ലാം എൻ്റെ ജൂനിയേഴ്സാണ്. CPMൽ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വലിയ പടത്തലവന്മാരെല്ലാം എൻ്റെ ജൂനിയേഴ്സാണ്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അവരുടെ ഒരു മേധാവിത്വവും നടക്കുകയില്ല, നടന്നിട്ടുമില്ല. ഞാൻ AITCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് CITയുടെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിലൊന്നും ഒരു കഥയെന്നുള്ളതല്ല. CPI അവരുടെ B ടീമല്ല. CPIക്ക് രാഷ്ട്രീയ പ്രമേയമുണ്ട്, രാഷ്ട്രീയ നിലപാടുകളുണ്ട്. എന്തുകൊണ്ടാണ് CK ചന്ദ്രപ്പൻ അങ്ങനെ തോന്നിയത്? CK ചന്ദ്രപ്പൻ അങ്ങനെ തോന്നിയത് എന്തുകൊണ്ടാണ്? ചില സന്ദർഭങ്ങളിൽ, ചില വിഷയങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അകത്ത് ചില നിലപാടുകൾ എടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ചന്ദ്രപ്പന് അത് ഇഷ്ടപ്പെട്ട് കാണില്ല. ചന്ദ്രപ്പൻ എൻ്റെ കൂടെ നേതാവാണ്. ഞങ്ങൾ സമകാലീനരാണ്. ചന്ദ്രപ്പൻ്റെ പുറകെ പ്രവർത്തിച്ചവനാണ് ഞാൻ. ചന്ദ്രപ്പന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ചന്ദ്രപ്പന് ഒരു നേതാവിനെ എന്നെ കിട്ടുക തന്നെ വലിയ പ്രയാസമാണ്. അപ്പം ചന്ദ്രപ്പൻ ഒരു വലിയ ഒരു ശക്തനായ നട്ടലുള്ള, ആർക്കും കീഴടങ്ങാത്ത ഒരു പ്രകൃതക്കാരനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചോര അതാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അതാണ്, വയലാർ സ്റ്റാലിൻ്റെ മകനാണ്. അപ്പോൾ അതുകൊണ്ട് ചന്ദ്രപ്പൻ്റേതായിട്ടുള്ള ഒരു ഇത് കാണാൻ ചന്ദ്രപ്പന് അത് അദ്ദേഹം പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞെന്നുള്ളത്. അതുപോലെ സാറ് 2 തവണ മത്സരിച്ച് വിജയിച്ചൊരു മണ്ഡലമാണ് കരുനാഗപ്പള്ളി. ജലപങ്ങാടാണ് പിന്നെ സാർ ശരി 2 തവണയും 50,000-ൽ മുകളിൽ ഭൂരിപക്ഷം അങ്ങേക്ക് കരുനാഗപ്പള്ളി. ഫസ്റ്റ് പോയി മത്സരിക്കുമ്പോൾ 53 ആണെന്ന് തോന്നുന്നു, രണ്ടാമത് 50. ആ 2 തവണ അത്രയും ഭൂരിപക്ഷം അങ്ങ് നേടി. അതിനുശേഷം വന്ന R രാമേന്ദ്രൻ, അദ്ദേഹത്തിന് CR മഹേഷിനോട് 1000 അടുപ്പിച്ച് ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത വർഷം CR മഹേഷ് വിജയിച്ചു. അപ്പോൾ കരുനാഗപ്പള്ളി CPIയുടെ ഒരു ഉറച്ച കോട്ടയായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? അങ്ങ് അവിടെ മത്സരിച്ച ഒരാളെന്നുള്ളതൊക്കെ ഞാൻ ചോദിക്കുക. അതെ, കരുനാഗപ്പള്ളി CPIയുടെ ഒരു കോട്ടയാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാനവിടെ എന്നെ തീരുമാനിക്കുക, ഞാനിവിടെ നിന്ന് പോകുമ്പോഴും എൻ്റെ ധാരണ താങ്കൾ പറഞ്ഞതാണ്, ഒരു വലിയ ഉരുക്ക് കോട്ടയാണ്. പക്ഷേ അവിടെ അന്ന് MLA ഗൗരിയമ്മയുടെ പാർട്ടിയാണ്. രാജൻ ബാബു MLA ആയിട്ട് നിൽക്കുകയാണ്, സിറ്റിംഗ് MLA ആണ്. രാജൻ ബാബു തോൽപ്പിച്ചത് കൊല്ലത്തെ ഏറ്റവും പ്രശസ്തനായ പാർട്ടിക്കാരൻ KC പിള്ളയാണ് തോൽപ്പിച്ചത്. അപ്പം അത് ഉരുക്കുകോട്ട ആണോ അല്ലേ എന്നുള്ളത് അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നിയത് ഉരുക്കുകോട്ടയൊന്നുമല്ല, കുറച്ച് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഒരുക്കാനല്ല, 2 തവണ ജയിച്ചു, നല്ല ഭൂരിപക്ഷമാണ്. പിന്നീട് ഈ രാമേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വന്നത്, അദ്ദേഹം ജയിച്ചു. അദ്ദേഹം ജയിച്ചതെന്ന് വെച്ചാൽ ഒരു നാരോ മാർജിൻ. അടുത്ത തവണ 29,000 വോട്ടിന് തോൽവി പോയിട്ട് മഹേഷ് ജയിക്കുകയും ചെയ്തു. അവിടെ ഞങ്ങളുടെ പാർട്ടിക്ക് അങ്ങനെ ഒരു ശക്തമായ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ്. CPMനും അതുപോലെയാണ്. CPMന് പണ്ടുണ്ടായിരുന്നത്
MP ഭാസ്കർ എന്ന് പറയുന്ന ഒരു തരം, അയാളുടെ ഭാര്യ സരോജിനി ഭാസ്കറൊക്കെ അവിടുത്തെ വലിയ ആളായിരുന്നു. പിന്നെ നമ്മുടെ NSൻ്റെ നാടാണ്, N ശ്രീധരൻ്റെ നാടാണ്. പിന്നെ തൊട്ടടുത്ത് കായംകുളം, പഴയ 57 ഐഷാബായിയുടെ ഫാമിലിയൊക്കെ ഉള്ള കായംകുളം, വള്ളികുന്നം തോപ്പിൽ ബാസിയുടെ വള്ളികുന്നം, അവർ പിന്നെ ONVയുടെ ചവറയുടെ തൊട്ടടുത്ത്. ഇങ്ങനെയുള്ളൊരു വലിയ ഒരു പാരമ്പര്യം ആ മണ്ഡലത്തെ ജനങ്ങൾക്കുണ്ട്. അവർ മെരിറ്റ് നോക്കിയാൽ വോട്ട് ചെയ്യും. അവർ വിപ്ലവകാരികളാണ്, ഇവരെല്ലാം വളർത്തിയവരാണ്, എന്നാലും അവർ കാൻഡിഡേറ്റിനെ നോക്കിയല്ലാതെ വോട്ട് ചെയ്യില്ല. ആ അനുഭവമാണ് എനിക്കുള്ളത്. അവർക്ക് എന്നെ ഭയങ്കര സ്നേഹവും ബഹുമാനവും കാര്യങ്ങളായിരുന്നു. എൻ്റെ രാഷ്ട്രീയമൊന്നും അവർ നോക്കിയില്ല. അവർ വ്യാപകമായിട്ട് എനിക്ക് വേണ്ടി വർക്ക് ചെയ്ത് പിന്നീടും ഇപ്പോഴും അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സാറൊന്ന് വന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ ജയിപ്പിച്ചോ. അത് ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവിടെ പാവപ്പെട്ട ആളാണ് ഉള്ളത്, സാധാരണക്കാരാണ്. ഞാൻ കേരളത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും പ്രോഗ്രസീവ് മുസ്ലിങ്ങൾ കരുനാഗപ്പള്ളിക്കാരാണ്. ഏറ്റവും പ്രോഗ്രസീവ്, കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ പ്രോഗ്രസീവാണ് അവർ. അവരാണ് എൻ്റെ വിജയത്തിൻ്റെ ഒരു ഘടകം. ജാതിയും മതമൊന്നും അവിടെ ഓടില്ല. ഒരു വർഗീയ കലാപം ഒരു കാലത്തും അവിടെ പ്രതീക്ഷിക്കേണ്ട. അതുപോലെ അവിടെ തീരപ്രദേശത്ത് ഉള്ള തൊഴിലാളികളുണ്ട്, മത്സ്യത്തൊഴിലാളികൾ. അത് ഈ ചവറ മണലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടുത്തെ ആളുകളും നല്ല രാഷ്ട്രീയ ബോധമുള്ളവരും ഒക്കെയാണ്. അപ്പോൾ ചെറിയ ആളുകളെയൊന്നും അവർക്ക് ആവശ്യം രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കന്മാരെയാണ് അവർ കാത്തിരിക്കുന്നത്. അതാരെ കിട്ടിയാലും അവർ ജയിപ്പിക്കുന്നത്. പക്ഷേ അവിടെ പൊതുവേ കേൾക്കുന്ന ഒരു സംസാരത്തിന് CR മഹേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി കോൺഗ്രസ്സിലെ തന്നെ ഏറ്റവും നല്ല മുഖമുള്ള ഒരു മനുഷ്യനാണ്, കലാകാരനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. അങ്ങനെയുള്ളൊരു ഇമേജ് CR മഹേഷ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ആദ്യ തവണ തോറ്റപ്പോൾ അദ്ദേഹം ചെയ്തത് ആ മണ്ഡലത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോൾ CR മഹേഷിൻ്റെ ഒരു പ്രവർത്തനം ഇവിടുത്തെ വിജയത്തിനൊരു ഘടകമായിട്ടുണ്ടെന്ന് താങ്കൾ തോന്നിയിട്ടുണ്ടോ? ഇല്ല, CR മഹേഷിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിന് ഇത്തവണ വോട്ട് കുറയാൻ പോവാണ്. കാരണം CR മഹേഷിൻ്റെ പ്രവർത്തനം ഒരു കോൺഗ്രസ് മോഡൽ പ്രവർത്തനമാണ്. കല്യാണ വീടുകളിൽ പോവുക, കല്യാണത്തിൻ്റെ തീരുന്നേരെ ഇരിക്കുക, കാണുന്നവരെല്ലാം കെട്ടിപ്പിടിക്കുക, എല്ലാവരോടും പാവമാണെന്ന് പറയുക. നേരെ മറിച്ച് മണ്ഡലത്തിൽ സ്ഥായിയായ സ്ഥാപനങ്ങളോ വികസനങ്ങളോ ഞാൻ അവിടെ നിന്ന് വിട്ടതിന് ശേഷം ഒരൊറ്റ സ്ഥാപനം അവിടെയില്ല, ഒരു വികസനവും നടന്നിട്ടില്ല. അതാണ് മഹേഷ് ഇപ്പം നേരിടാൻ പോകുന്നൊരു വലിയ പ്രശ്നം. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം അവിടെ നിന്ന് വന്നാൽ മഹേഷിന്, ഞാനവിടെ പോകുന്നുണ്ട്, ഇലക്ഷൻ ഞാൻ പോകുന്നുണ്ട്, അവിടെ നിങ്ങൾ ഇന്ന് കാണുന്ന കരുനാഗപ്പള്ളി ഞാൻ ഉണ്ടാക്കിയ കരുനാഗപ്പള്ളിയാണ്. അവിടുത്തെ കോടതി ആയാലും ബസ് സ്റ്റാൻഡായാലും റോഡായാലും എല്ലാ കാര്യങ്ങളും, ആശുപത്രി, എല്ലാ വികസനങ്ങളും. അവസാനം ഞാൻ 160 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള കാലിത്തീറ്റ ഫാക്ടറി, അതാരും പ്രതീക്ഷിച്ചല്ല അങ്ങനെ ഒരു ഫാക്ടറി വരുമെന്ന്. ഒരു ട്രെയിനിലേക്ക് ഇരുന്ന് നോക്കിയാൽ ആ ഫാക്ടറിയുടെ കാണാതെ എത്ര മനോഹരമായ ഫാക്ടറിയാണ്, എത്രയോ ആളുകൾക്ക് ജോലി കിട്ടി. അപ്പോൾ ഒരു MLA എന്ന് പറയുന്നവൻ ആ മണ്ഡലത്തിൽ 5 ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള ഒരു സ്ഥാപനം കൊണ്ടുവരണം. അതിന് ഭരണകക്ഷിയായിരിക്കണമെന്നില്ല. മഹേഷ് നല്ലതായിട്ട് ഇടപെട്ടെങ്കിൽ അത് കിട്ടുമായിരുന്നു, പലതും കിട്ടുമായിരുന്നു. പക്ഷേ മഹേഷ് എന്നെ സംബന്ധിച്ചുള്ള അയാളെ ഒരു തണുപ്പനായ ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്, നല്ല കലാകാരനാണ്, നല്ല ഓച്ചറ ചെണ്ടയടിക്കണമല്ല അയാളാണ്. ഈ കഴിഞ്ഞ 10 വർഷവും അയാൾക്കൊരു സ്വാധീനമില്ലാത്തൊരു ഗവൺമെൻറ്റാണ്. 10 വർഷം LDF ഗവൺമെൻറ്, പിന്നെ അയാൾക്ക് വല്ലതും ചെയ്യാൻ പറ്റും. എന്നാലും അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഇടപെടിച്ച് ചെയ്യണമായിരുന്നു. ആ ശ്രമത്തിലും അയാൾ പോയില്ല. അയാൾക്ക് കോൺഗ്രസിൻ്റെ ശക്തമായ ഒരു ലീഡർഷിപ്പ് ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഉണ്ടെങ്കിൽ അത് പറയുക, അവരുടെ സീറ്റാണത്, ആ സീറ്റ് നിലനിർത്തേണ്ടതാണ്. ആ സീറ്റ് ഇത്തവണ മഹേഷ് ജയിക്കില്ല എന്നുള്ളതല്ല, ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, അത് ജനങ്ങൾ തീരുമാനിക്കും. ഞാൻ മഹേഷിനോട് സംസാരിച്ചാൽ, ഞങ്ങൾ ഈ വരവിനിടയ്ക്ക് മഹേഷ് ഒരു ഇൻ്റർവ്യൂ എടുത്തു.
അപ്പോൾ ഞാൻ ഇതേ ചോദ്യം മഹേഷിനോട് ചോദിച്ചു. നിങ്ങളൊരു MLA എന്നുള്ള നിലയ്ക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് നിങ്ങൾ മരണ വീട്ടിൽ പോകുന്നു, കല്യാണ വീട്ടിൽ പോകുന്നു, ഇതാണ് നിങ്ങൾ ഒരു MLAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് നിങ്ങൾ ചെയ്തു. അപ്പം പുള്ളി എന്നോട് പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, പുള്ളിയുടെ അച്ഛൻ മരിച്ചപ്പോഴും പുള്ളിയുടെ ജ്യേഷ്ഠൻ മരിച്ചപ്പോഴും ഇവിടുത്തെ MLA ആയിരുന്ന സി ദിവാകരൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അന്നേരം എനിക്കുണ്ടായൊരു ആശ്വാസം വളരെ വലുതാണ്. ഒരു ജനപ്രതിനിധി എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ മരിച്ച വീട്ടിൽ പോകുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ഒരു ആശ്വാസം വളരെ വലുതാണ്. ഒരു ജനപ്രതിനിധി എൻ്റെ വീട്ടിൽ വന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അദ്ദേഹമുണ്ട് എന്നൊരു ഫീല് വരുന്നു. അത് തെറ്റാണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അല്ല, നമ്മളത് തെറ്റൊന്നുമല്ല, പക്ഷെ അത് തന്നെയാണ് പ്രധാന ജോലിയാകാൻ പാടില്ല. ഞാനീ പറഞ്ഞത് ശരിയാ. അവൻ്റെ ചേട്ടൻ ഞങ്ങളെ പാർട്ടിക്കാരനാണ് മനോജ്. അവനാണ് യഥാർത്ഥ നാടകക്കാരൻ. നാടകം എടുത്ത് അവരുമായിട്ട് അവൻ നടന്നവൻ. അവൻ ഞങ്ങളെ പാർട്ടിയാണ്. ഇവൻ പിന്നെ കോൺഗ്രസ്സാണ്. ഇവനെ നല്ല പിന്നെ അവനോട് ഒരു പ്ലസ് പോയിന്റ് ഉള്ളത്, ഞാൻ പല കോൺഗ്രസ്സുകാരിൽ നിന്ന് അവൻ്റെ മോറൽ സൈഡെല്ലാം വളരെ പെർഫെക്റ്റാണ്. അവനങ്ങനെ ആവശ്യമില്ലാത്ത കാശുണ്ടാക്കാനുള്ള ദാഹമൊന്നുമില്ല. അത് ഈ സാധാരണ യൂത്ത് കോൺഗ്രസ്സുകാരന്മാർക്കെല്ലാം ജോലി അതാണ്. അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളാണ്. അതുകൊണ്ട് അവനെ സംരക്ഷിക്കേണ്ടത് കോൺഗ്രസ്സുകാരുടെ ആവശ്യമാണ്. കോൺഗ്രസ്സുകാരാണ് മഹേഷിനെ ഉപേക്ഷിച്ചിരിക്കുന്നത്. അവനെന്തിനാ സാംസ്കാരിക സമിതിയുടെ എന്തിനാ ചുമതലക്കാരനെന്ന് ചുമ്മാ അവിടെ സംസ്കാരമില്ല, സമിതിയിലോ ആ ഭാവത്തിനെ പറ്റിച്ചിരിക്കും. അപ്പോൾ അയാളിനിപ്പോൾ അവിടെ നേരാമണ്ണം വർക്ക് ചെയ്ത് അവിടെ ജനങ്ങളുടെ എല്ലാം ഇത് നേടി വരട്ടെ. അങ്ങനെയുള്ള സത്യസന്ധന്മാരായ നല്ലവരായ ആളുകളുണ്ട്, അവർ വരണം. അതുപോലെ തന്നെ എൻ്റെ പാർട്ടിയുടെ നേതാവിൻ്റെ മകളാണ് താര. അവിടുത്തെ ഷെരീഫിൻ്റെ മകളാണ്. അവിടെ ഇതിൻ്റെ വനിതാ കമ്മീഷൻ മെമ്പറൊക്കെ ആയിരുന്നു, അഡ്വക്കേറ്റാണ്. മോശമല്ല. അതുകൊണ്ട് നല്ല ഫൈറ്റ് അവിടെ നടക്കും. അതുപോലെ സാർ കരുനാഗപ്പള്ളി കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ മുൻപത്തേക്കാൾ വോട്ട് ഷെയർ BJPക്ക് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ കൂടി. ഇപ്രാവശ്യം ജിതിൻ ദേവ് എന്ന് പറഞ്ഞ അവരുടെ കൊല്ലം ജില്ലാ എന്തോ കക്ഷിയാണ് മത്സരിക്കുന്നത്, കൊല്ലം ജില്ലാ നേതാവാണ് മത്സരിക്കുന്നത്. BJPക്ക് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ സ്വാധീനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. BJP കരുനാഗപ്പള്ളിയിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ മത്സരിക്കുമ്പോഴും BJP ഉണ്ട്. ഒരുത്തവൻ നിന്നാ ഒരു പാവപ്പെട്ടവൻ, അവൻ എൻ്റെ പുറകെ നടക്കായിരുന്നു. അതിൽ അവിടെ BJP ഒന്നും അവിടെ വരില്ല. BJP വരില്ല. ഞാൻ മത്സരിച്ചപ്പോൾ വരിക എന്നുള്ളതല്ല, ഈ വിജയപരാജയം അതിനുള്ള ഫോഴ്സ് ഒന്നും അവിടെ ഇല്ല. അതൊന്നുമില്ല അവിടെ. ഈ RSS ക്യാമ്പുകളില്ല അവിടെ, പണ്ടേ ഇല്ല അവിടെ. കാരണം ഈ ചുവന്ന മണ്ണാണ് അതിന് ചുറ്റും കിടക്കുന്നത്. അത് ആ പാരമ്പര്യം ഇപ്പോഴും അവിടെ ഉണ്ട്. പിന്നെ അവിടെ ഞാൻ നിന്നപ്പോൾ ഈ കേരളത്തിലെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജനറൽ സെക്രട്ടറി അന്ന് എനിക്കെതിരായിട്ട് മത്സരിച്ചു. അവന് 5000 വോട്ട് കിട്ടിയാൽ അതോടെ പോയി. അവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, അവിടെ വോട്ടേഴ്സ് നല്ല മെരിറ്റ് നോക്കി, അല്ലാതെ അവർ ഈ പ്രചരണങ്ങളോ പ്രസംഗമോ ജാതിയോ സ്വാധീനമോ പണമോ ഒന്നും അവർ ബാധിക്കില്ല. അവർ രാഷ്ട്രീയ വിവരമുള്ളവരാണ്. അതുപോലെ സാർ നെടുമങ്ങാട്ട് മത്സരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 60,000-ന് മുകളിൽ ഭൂരിപക്ഷം സാറിന് നെടുമങ്ങാട് ഉണ്ടായിരുന്നു. കരുനാഗപ്പള്ളികളുടെ ഭൂരിപക്ഷം നെടുമങ്ങാടിന് സാറിന്. പിന്നെ ഈ 75 വയസ്സ് പ്രായപരിധി വെച്ച് സാറിന് എന്തിനാണ് CPI മാറ്റിയത്? അല്ല, അത് ഞങ്ങളെല്ലാം കൂടി എടുത്തൊരു തീരുമാനം. ഞാനും ആ നാഷണൽ കൗൺസിൽ മെമ്പറായിരുന്നു. 75 വയസ്സ് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള ഒരു ഒരു നിരുപദ്രവകരമായ ഒരു തീരുമാനം എടുത്ത് അതിൻ്റെ ഫലമായിട്ട് പുതിയ ആളുകൾ വരണമെങ്കിൽ വരട്ടെ എന്ന് നമ്മൾ കരുതി. പക്ഷേ പുതിയ ആളുകളൊന്നും അതിൻ്റെ ഇതായിട്ട് വരുന്നില്ല. അതിപ്പോൾ CPMൻ്റെ അനുഭവം അതാണല്ലോ. സുധാകരനെ മാറ്റിയിട്ടത് അവിടെ ആരാ കിട്ടിയിരിക്കുന്നത്? സലാമിന് വയസ്സത്രയായല്ലേ. അവനൊരു 4-5 കൊല്ലം കൂടി കഴിയുമ്പോൾ സുധാകരൻ്റെ ഗതിയാണ്. ഇപ്പൊ അവന് 70 വയസ്സായ മോന്. അപ്പം അതൊരു തീരുമാനം 2 പാർട്ടി എടുത്തെങ്കിലും ആ തീരുമാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് പ്രായോഗികമല്ല എന്ന എനിക്ക് ഇതുവരെയുള്ള അനുഭവം. കാരണം നരേന്ദ്രമോദിക്ക് എത്ര വയസ്സായി? അതെ. ഏത് രാജ്യത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്? അതെ. എല്ലാം പഴയ ഹർഷീത് സിംഗ് സുജിത്തിന് എത്ര വയസ്സായപ്പോഴാണ് അയാൾ വായിച്ചത്? EMSന് എത്ര വയസ്സായി? AKGക്ക് എത്ര വയസ്സായി? VSന് എത്ര വയസ്സായി? ഗൗരിയമ്മയ്ക്ക് എത്ര വയസ്സ് വരെയായിരുന്നു? ഇതൊക്കെ എന്തോ ഒരു വികാരത്തിൻ്റെ പേരിൽ
പുതിയ ആളുകൾക്ക് അവസരം കിട്ടുമെന്നുള്ള ഒരു വ്യാമോഹത്തിലെടുത്ത തീരുമാനമാണ്. എന്തായാലും പാർട്ടി തീരുമാനം ഞാൻ അംഗീകരിച്ചു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വേണ്ടി പിന്നെ പോയിട്ടുമില്ല. ഇപ്പോഴും ഞാൻ ആ തീരുമാനത്തിന് എനിക്കിനി പറ്റുകയില്ല. അപ്പോൾ പണ്ടത്തെ പോലെ ശാരീരികമായി ഓടാനും ചാടാനും കയറാനും പിടിക്കാനും ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ കരുനാഗപ്പള്ളി കയറാത്ത ഒരു വീടുമില്ല. ഒന്നല്ല 2 തവണ കയറി. ഞാൻ നെടുമങ്ങാട് കയറാത്ത മലയുമില്ല, കാടുമില്ല, ഒന്നുമില്ല. ഞാൻ ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ പോയി.